നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിരോഷിമയിൽ അന്ന് വർഷിച്ച അണുബോംബിനേക്കാൾ 20 മടങ്ങ് ശക്തിയുള്ള ആണവ പോർമുനകൾ തന്നെയാണ് ഇന്ന് അമേരിക്കയുടെ കൈവശമുള്ളത്. അന്നുണ്ടായ ആ ദുരന്തം ഹിരോഷിമയും നാഗസാക്കിയും നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി, പ്രഹരശേഷിയോടുകൂടി അമേരിക്കയ്ക്ക് ഇന്ന് ആക്രമിക്കാൻ കഴിയുമെന്നൊരു ഭീഷണിയാണ് ഇറാന് മുന്നിലേക്ക് വെക്കുന്നത്. മറിച്ച് ഇറാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ട് മിനിറ്റുകൾക്കകം തന്നെ ലോകത്തിന്റെ ഏത് കോണിലുള്ള ശത്രുവിനെയും ആക്രമിക്കാൻ കഴിയുന്ന ശേഷി തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനുള്ള പ്രഹരശേഷി, അങ്ങനെയുള്ള ഒരു കരുത്തനാണ്, എവരുടെയും പേടി സ്വപ്നമാണ് ഡൂംസ്ഡേ എന്നുള്ളത്. അമേരിക്ക പരീക്ഷിച്ച ഈ പോർമുന, ഈ സംഹാര താണ്ഡവമാടുന്ന വജ്രായുധം, അത് ഇറാന്റെ ദേഹത്ത് പതിക്കുമോ? ടെഹ്റാൻ ചാരമായി പോകുമെന്ന ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ആശങ്ക ഉണർത്തുന്നത്. മറുഭാഗത്താകട്ടെ ഇസ്രയേൽ അതിശക്തമായി തന്നെ ഇറാനിയൻ ഭരണകൂടത്തെയും സൈനിക സംവിധാനങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സൈനിക നടപടികൾ നടത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി കുറഞ്ഞത് 1-2 ആഴ്ച കൂടി നീണ്ടു നിൽക്കുന്ന ഒരു വ്യോമാക്രമണം തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഘർഷം തുടങ്ങിയത് മുതൽ ഇന്നലെ വരെ 4 ദിവസത്തിനുള്ളിൽ 5000-ലധികം ബോംബുകൾ വർഷിച്ചുവെന്നാണ് ഇസ്രായേൽ വ്യോമസേന പറയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം ആയിരക്കണക്കിന് ഇറാനിയൻ സൈനികരെ കാലപുരിക്ക് അയച്ചുവെന്നും ഇസ്രായേൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിലെ രാമത് ഡേവിഡ് എയർബേസ് കമാൻഡറായിട്ടുള്ള കേണൽ അലൈഫാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 1000-ലധികം സൈനികരെ വകവരുത്തി മുന്നേറുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് സൈനിക സംവിധാനങ്ങളെ ഒക്കെ തന്നെ നിഷ്പ്രഭമാക്കാൻ ഇനി കേവലം 2 ആഴ്ച മതിയെന്നാണ് IDF ചൂണ്ടിക്കാട്ടുന്നത്. 4 ആഴ്ച വരെ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏറെ അങ്കലാപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നത്, പ്രധാനമായും ആക്രമണം നടത്തിപ്പോരുന്നത്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള IRGCയുടെ ആസ്ഥാന മന്ദിരം തന്നെ തകർത്ത് തരിപ്പണമാക്കും. ഖുദ്സ ഫോഴ്സ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, ബാസിദ് അർദ്ധസൈനിക സേനയുടെ കേന്ദ്രങ്ങൾ, സൈബർ യൂണിറ്റ് എന്നിവയൊക്കെ തന്നെ ഇതിനോടകം വ്യോമാക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി. കിഴക്കൻ ടെഹ്റാനിലെ ഒരു സൈനിക സമുച്ചയത്തിന് നേരെ മാത്രം 100-ലധികം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ചേർന്നുകൊണ്ട് 250-ലധികം ബോംബുകളാണ് വർഷിച്ചത്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ പാഞ്ഞെടുത്തെങ്കിലും അതിനെയൊക്കെ കൃത്യമായി തകർത്തെറിഞ്ഞു. പടിഞ്ഞാറൻ ഇറാനിലെ കെർമൻഷാ മേഖലയിൽ F-35I വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോഞ്ചറുകളെ തകർത്ത് തരിപ്പണമാക്കിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലെ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും ഇസ്രായേൽ നിർവീര്യമാക്കി കഴിഞ്ഞു. ഇറാനിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി അമേരിക്കൻ സൈന്യത്തിന്റെ ഇന്ധനം നിറയ്ക്കൽ ശേഷിയെ തന്നെ ഇസ്രായേൽ വലിയ തോതിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി അമേരിക്കയുടെ ഡസൻ കണക്കിന് ഇന്ധന ടാങ്കറുകൾ വഹിക്കുന്ന വിമാനങ്ങൾ ഇതിനോടകം ഇസ്രായേലിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞു. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ വ്യോമ മേഖല മുഴുവൻ അമേരിക്കയും ഇസ്രായേലും പിടിച്ചെടുത്തു കഴിഞ്ഞു, കൈയടക്കി കഴിഞ്ഞു. അവരുടെ ആധിപത്യം തന്നെയാണ് വ്യോമമേഖലയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. റഡാറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തത് കൊണ്ട് തന്നെ അമേരിക്കയോ ഇസ്രായേലിനെയോ കണ്ടെത്താനോ തകർത്തെറിയാനോ കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു പോരായ്മയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആക്രമണം കൂടുതൽ കടുക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പശ്ചിമേഷ്യ അങ്ങനെ ആകെ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലൂടെ കടന്നുപോകുന്നു. ലോകം യുദ്ധഭീതിയിലും. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ തന്നെ പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലാണ് ഈ ഭീതിക്ക് കാരണമായിട്ടുള്ള ഒരു വസ്തുതയുള്ളത്. അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള മിനിറ്റ്മാൻ 3 വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ഏറെ ആശങ്ക പരത്തുന്ന ഒരു വിഷയം തന്നെയാണിത്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി ഈ മിസൈൽ വിക്ഷേപണം നടത്തിയത്. ഡൂംസ്ഡേ മിസൈൽ എന്നാണ് അമേരിക്ക ഇതിനെ പറയുന്നത്. ഏറെ വിജയകരമായ പരീക്ഷണമായിരുന്നു എന്ന റിപ്പോർട്ടും ഇതിന് പിന്നാലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഡൂംസ്ഡേ എന്ന അർത്ഥം വരുന്നത് ലോകാവസാനം എന്നുള്ളതാണ്.
അതായത് ഈ മിസൈൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ മിസൈൽ ആരെയെങ്കിലും നോട്ടമിട്ട് കഴിഞ്ഞാൽ അവരുടെ അന്ത്യം, ആ രാജ്യത്തിന്റെ നാശം എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഈ ലോകാവസാന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇറാനെ ഇന്ന് അമേരിക്ക ഭയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കേവലം ഒരു പരീക്ഷണം മാത്രമല്ല, ഇറാനൊപ്പം അണിചേരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായി കൂടി അമേരിക്ക വിളിച്ചോതുന്നു. ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നോക്കുമ്പോൾ വലിയ പ്രസക്തിയുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. ഉത്തര കൊറിയ പലതവണയായി ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തി അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാം, ഒരവസരം തരുമെന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ കിം ജോങ് ഉന്നിനുള്ള ഒരു മറുപടിയായി കൂടി ഈ പരീക്ഷണത്തെ നോക്കിക്കാണുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക പ്രയോഗിച്ച ആറ്റം ബോംബ്, അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുണ്ടാക്കിയ നാശം നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുണ്ട് ഈ ആണവ പോർമുനകൾക്ക് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ മിസൈൽ അത്തരത്തിൽ കടുത്ത പ്രഹരശേഷിയുള്ള വിനാശകരമായ അവസ്ഥ തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. ഏകദേശം 10,000 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഇതിന് മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലായിക്കൊള്ളട്ടെ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി ഭേദിക്കാൻ മിനിറ്റ് മാൻ 3 മിസൈലിന് സാധിക്കും. അതുതന്നെയാണ് ഇതിനെ മിനിറ്റ് മാൻ എന്ന രീതിയിൽ നാമകരണം ചെയ്തിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേർന്ന സർവനാശം. അമേരിക്കൻ എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് നടത്തിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ മിസൈൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്ക് സമീപത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി തന്നെ വന്ന് പതിച്ചു. GT-255 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിക്ഷേപണം രാജ്യത്തിന്റെ തന്നെ ആണവ പ്രതിരോധ സംവിധാനത്തിനുള്ള കാര്യക്ഷമതയും സന്നദ്ധതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതാണ്. ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ കഴിയുമെന്ന അമേരിക്കയുടെ ശേഷി തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ മിസൈൽ ഉപയോഗിച്ച് ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടല്ല ഈ പരീക്ഷണമെന്ന് അമേരിക്ക പറയുന്നെങ്കിലും ഇറാനുമായി യുദ്ധം കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു പരീക്ഷണം അമേരിക്ക നടത്തിയതിലുള്ള സംശയം ലോകരാജ്യങ്ങൾ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. ഇതൊരു കൃത്യമായ സന്ദേശമല്ലേ അമേരിക്ക ഇറാന് നൽകുന്നത് എന്നുള്ള ചോദ്യം, ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സഖ്യ രാജ്യങ്ങൾക്കുള്ള സന്ദേശമല്ലേ, ഒരു ഭീഷണിയല്ലേ എന്നുള്ള ചോദ്യം. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അമേരിക്കയുടെ ആണവ സന്നദ്ധതയുടെ നിലവാരം പരിശോധിക്കാനും മിസൈൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും ഒക്കെ ഈ പരീക്ഷണം സഹായിച്ചുവെന്നാണ് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ കാരി റൈ പറയുന്നത്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് അമേരിക്ക വിക്ഷേപിച്ച ഈ സ്ട്രൈക്ക് കമാൻഡിന്റെ മിസൈൽ അത് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. അമേരിക്കയുടെ കര, കടൽ, ആകാശം എന്നീ വഴിയുള്ള ആണവാക്രമണം നടത്താനുള്ള ശേഷി ന്യൂക്ലിയർ ട്രയാഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ സംവിധാനത്തിലെ തന്നെ കരയധിഷ്ഠിത വിഭാഗത്തിലെ മുൻനിര പോരാളിയായി തന്നെ മിനിറ്റ് മാൻ 3യെ വിശേഷിപ്പിക്കുന്നുണ്ട്. 70കളുടെ തുടക്കത്തിൽ തന്നെ സൈന്യത്തിന്റെ ഭാഗമായി ഈ മിസൈൽ മാറിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ നിരന്തരമായ അപ്ഗ്രഡേഷൻ, സാങ്കേതിക സംവിധാനങ്ങൾ, നവീകരണം കൃത്യമായി നൽകി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വിനാശകാരിയുമായിട്ടുള്ള ആയുധമായി അതിനെ നിലനിർത്തുന്നുണ്ട്. മനുഷ്യരാശിയുടെ തന്നെ അന്ത്യത്തിന് അത് കാരണമായേക്കും. അത്രയധികം പ്രഹരശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേ എന്ന് അതിനെ വിളിക്കുന്നു. അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നിലപാട്, അതോടൊപ്പം തന്നെ ഈ പരീക്ഷണം ഇറാനുമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ പല സംശയങ്ങൾക്കും വഴിതിരിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്കൻ സ്പേസ് ഫോഴ്സ് ഇതൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനിയും മുന്നോട്ട് യുദ്ധം തുടരുകയാണെങ്കിൽ എന്താകും അമേരിക്ക പ്രയോഗിക്കാനായി പോകുന്നത്? ഈ സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.